നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. പിണക്കം മാറ്റാൻ പിണറായി. സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് CPM-ൽ നിന്നകന്ന ഗൗരിയമ്മയെ കാണാൻ പിണറായി വിജയൻ ആലപ്പുഴയിൽ. ചാത്തനാട്ടെ വീട്ടിൽ നടന്ന കൂടിക്കാഴ്ചയിൽ പിണറായിക്കൊപ്പം നിയുക്ത മന്ത്രിമാരായ തോമസ് ഐസക്, EP ജയരാജൻ, G സുധാകരൻ എന്നിവരും പങ്കെടുത്തു. ഗൗരിയമ്മയെ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിച്ചെന്ന് പിണറായി വിജയൻ. ഗൗരിയമ്മയ്ക്ക് ഒരു കാലത്തും പരിഭവം ഉണ്ടായിരുന്നില്ലെന്നും പിണറായി. പിറന്നാൾ മധുരം പങ്കുവച്ചായിരുന്നു ഗൗരിയമ്മയുമായി നിയുക്ത മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ച. തർക്കം ഒഴിയുന്നു. AK ശശീന്ദ്രൻ NCP മന്ത്രി. പാർട്ടിയിൽ തർക്കങ്ങളില്ലെന്ന് സംസ്ഥാന അധ്യക്ഷൻ ഉഴവൂർ വിജയൻ. തോമസ് ചാണ്ടിയുമായി മന്ത്രിസ്ഥാനം പങ്കിടുമെന്ന വാർത്ത പാർട്ടി നിഷേധിച്ചു. ശശീന്ദ്രനും തോമസ് ചാണ്ടിയും NCPക്ക് സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ട് പോലെയെന്നും ഉഴവൂർ വിജയൻ. അതേസമയം ജനതാദൾ S-ൽ മന്ത്രി കസേരയ്ക്ക് അവകാശവാദം ഉന്നയിച്ച് മാത്യു T തോമസും K കൃഷ്ണൻകുട്ടിയും. പാർട്ടിയിൽ ഭൂരിപക്ഷ പിന്തുണ കൃഷ്ണൻകുട്ടിക്കാണെന്നിരിക്കെ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് മാത്യു T തോമസ്. തർക്കം പരിഹരിക്കാൻ ഇടപെടലുമായി ദേശീയ അധ്യക്ഷൻ ദേവഗൌഡ. ശരിയുടെ സൗമ്യസ്വരം. സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് പൊതുസമൂഹത്തിന് സൗമ്യ സ്വാഗതം പറഞ്ഞ് നിയുക്ത മുഖ്യമന്ത്രി പിണറായി. രാഷ്ട്രീയ വേർതിരിവില്ലാതെ എല്ലാവർക്കും സ്വാഗതം. മുഴുവൻ ജനങ്ങൾക്കും അധികാരമുള്ള സർക്കാരാണ് നാളെ അധികാരമേൽക്കുന്നതെന്നും AKG സെന്ററിലെ പത്രസമ്മേളനത്തിൽ പിണറായി. പുതിയ സർക്കാരിന് രാഷ്ട്രീയ വേർതിരിവുകളോ ജാതി മത വ്യത്യാസങ്ങളോ ഉണ്ടാകില്ല. മുഴുവൻ കേരളീയരുടെയും അഭിവൃദ്ധിക്കായി പ്രവർത്തിക്കുന്ന സർക്കാരിനൊപ്പം പൊതുസമൂഹത്തിന്റെ പൂർണ്ണ മനസ്സുണ്ടായിരിക്കണമെന്നും പിണറായിയുടെ അഭ്യർത്ഥന. ഇടതു സർക്കാരിനെ അധികാരത്തിലേറ്റിയ ജനങ്ങൾക്ക് അഭിവാദ്യങ്ങൾക്കൊപ്പം പിണറായിയുടെ മുന്നറിയിപ്പും. തന്റെ സ്വന്തക്കാരാണെന്ന് പറഞ്ഞ് ചില അവതാരങ്ങൾ വന്നേക്കാം. അത്തരം അവതാരങ്ങളെ സൂക്ഷിക്കണമെന്ന് നിയുക്ത മുഖ്യമന്ത്രി. മന്ത്രിമാരെ പോലെ തന്നെ ഇടതു സർക്കാരിലെ ഉദ്യോഗസ്ഥരും അഴിമതിക്കറ പുരളാത്തവരായിരിക്കും. പിണറായി പത്രസമ്മേളനം ആരംഭിച്ചത് മാധ്യമപ്രവർത്തകർക്ക് പിറന്നാൾ മധുരം നൽകി. മുഖ്യമന്ത്രി പദം പിണറായിക്ക് 72ാം ജന്മദിന മധുരം. തോറ്റാലും തീരാത്ത തർക്കം. കൂട്ടത്തോൽവിക്ക് പിന്നാലെ പഴിച്ചാരലിന്റെ കൂട്ടക്കലാപത്തിൽ മുങ്ങി JDU. മത്സരിച്ച 7 സീറ്റിലും ദയനീയ പരാജയം ഏറ്റുവാങ്ങിയ പാർട്ടിയിൽ ഭാവി പരിപാടികൾ ചർച്ച ചെയ്യാൻ ജൂൺ 1-ന് കോഴിക്കോട് യോഗം. നേതൃത്വത്തിന് തിരിച്ചടിയായി LDF-യുമായി സഹകരിക്കാൻ പ്രാദേശിക കമ്മിറ്റികളുടെ തീരുമാനം. അസമിൽ ഇനി താമര സർക്കാർ. 15 വർഷത്തെ കോൺഗ്രസ് ഭരണത്തിന് അന്ത്യം കുറിച്ച് അസമിൽ ആദ്യ BJP സർക്കാർ ഇന്ന് അധികാരമേൽക്കും. മുഖ്യമന്ത്രി സർബാനന്ദ സോനോവാളിനൊപ്പം 10 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യും. ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJP അധ്യക്ഷൻ അമിത്ഷായും. 126 അംഗ നിയമസഭയിൽ 85 സീറ്റ് നേടിയാണ് BJP സഖ്യ സർക്കാർ അധികാരത്തിൽ എത്തുന്നത്. 60 സീറ്റ് നേടിയ BJPക്കൊപ്പം 14 സീറ്റുമായി അസം ഗണ പരിഷത്തും 12 സീറ്റ് നേടിയ ബോഡോലാൻഡ് പീപ്പിൾ ഫ്രണ്ടും സഖ്യം പങ്കുവയ്ക്കുന്നു. ഭരണ തുടർച്ച ആഗ്രഹിച്ച കോൺഗ്രസ് ഒതുങ്ങിയത് 23 സീറ്റിൽ. ഇനി ഇന്നത്തെ സ്വർണ്ണ വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2765 രൂപ, പവൻ 22,120 രൂപ, വെള്ളി ഗ്രാമിന് 42 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.